വനിതാ സംവരണ ഭേദഗതി ബിൽ ഇന്നിപ്പോൾ ലോക്സഭയിൽ എത്തുകയാണ്. ശക്തമായ ബില്ലിനെ എതിർക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്യുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. നമുക്കൊപ്പം കൊടിക്കുന്നിൽ സുരേഷ് MP ഉണ്ട്. എങ്ങനെയായിരിക്കും ഇന്നിപ്പോൾ പ്രതിപക്ഷ ബില്ലിനെ നേരിടാൻ പോകുന്നത്? അല്ല, ബില്ലിൻ്റെ അവതരണ വേളയിൽ തന്നെ ഞങ്ങൾ ശക്തമായ എതിർപ്പ് പ്രകടിപ്പിക്കും. അതിനെ തുടർന്ന് ബില്ല് ചർച്ചയ്ക്ക് എടുക്കുകയാണെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് ബില്ല് അവതരണം മാറ്റിവെച്ചില്ലെങ്കിൽ ബില്ലുമായി അവതരിപ്പിച്ചു ചർച്ച ചെയ്ത് പാസ്സാക്കാനുള്ള നടപടികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അതിനെ ശക്തമായി എതിർക്കുക, ബില്ലിനെ പരാജയപ്പെടുത്തുക. എന്തായാലും 1/2 ഭൂരിപക്ഷം എന്തായാലും ഈ ബില്ലിന് ലഭിക്കാൻ പോകുന്നില്ല. ഭരണഘടനാ ഭേദഗതി ആയതുകൊണ്ട് 1/2 ഭൂരിപക്ഷം സഭയിൽ ഹാജരായിരിക്കുന്ന അംഗങ്ങളുടെ 1/2 ഭൂരിപക്ഷം വേണം. ഇന്നത്തെ സ്ഥിതിക്ക് BJPക്കോ അല്ലെങ്കിൽ NDA സർക്കാരിനോ അങ്ങനെ ഒരു ഭൂരിപക്ഷം ലോക്സഭയിലില്ല. അതുകൊണ്ട് തന്നെ ഈ ബില്ല് എത്ര പാസ്സാക്കാൻ പ്രതിപക്ഷത്തിൻ്റെ സഹായമില്ലാതെ പാസ്സാക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ ബില്ലിനെ ഞങ്ങൾ ഞങ്ങൾ വനിതാ സംവരണ ബില്ലിനെതിരല്ല, മറിച്ച് ഡീലിമിറ്റേഷനിലൂടെയുള്ള വനിതാ സംവരണത്തെയാണ്. സംവരണങ്ങൾ എതിരാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതാണ് ഞങ്ങൾ പറയുന്നത്. 543 അംഗങ്ങളുള്ള നിലവിലുള്ള ലോക്സഭയിലെയും നിലവിലുള്ള നിയമസഭയിലെയും സഭകളിലുമുള്ള അംഗസംഖ്യയുടെ അടിസ്ഥാനത്തിലുള്ള വനിതാ സംവരണമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഡീലിമിറ്റേഷൻ നടത്തി രാജ്യത്തിൻ്റെ സന്തുലിതാവസ്ഥ തകർത്തുകൊണ്ട് ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയും എന്നുള്ള 2 ഭാഗമാക്കിക്കൊണ്ട് ഉത്തരേന്ത്യയിലേക്ക് കൂടുതൽ സീറ്റുകളും ദക്ഷിണേന്ത്യയിലേക്ക് കുറഞ്ഞ സീറ്റുകളുമായി രാജ്യത്തിൻ്റെ സന്തുലിതാവസ്ഥ തകർക്കുന്ന തീരുമാനത്തിലേക്ക് പോകാൻ ഞങ്ങൾ തയ്യാറല്ല. അതാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുന്ന ഡീലിമിറ്റേഷൻ ബില്ല്. ഇത്തരമൊരു ഡീലിമിറ്റേഷൻ ബില്ലിൻ്റെ അടിസ്ഥാനത്തിൽ വനിതാ സംവരണം ഏർപ്പെടുത്തുന്നതിന് ഞങ്ങൾ ശക്തമായി എതിർക്കുകയാണ്. ഒരു തുടർഭരണമാണോ BJP ഇങ്ങനെ ഒരു മണ്ഡല പുനർനിർണ്ണയം കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്? തീർച്ചയായും 2029 അവർ വല്ലാതെ ഭയക്കാൻ. 2029 അവർക്ക് വ്യക്തമായ മുൻതൂക്കമോ ഭൂരിപക്ഷമോ കിട്ടാത്ത ഒരു തെരഞ്ഞെടുപ്പായിരിക്കുമെന്ന് ഭയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ 2029 അതിനുശേഷവും രാജ്യത്തെ ഭരണം തങ്ങളുടെ കൈകളിലായിരിക്കണം. അതോടൊപ്പം തന്നെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ഭരണവും അവരുടെ കൈകളിലായിരിക്കണം. അത് എന്നുള്ള ഇവിടുത്തെ സ്വതന്ത്രവും നിഷ്പക്ഷമായി നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ പൂർണ്ണമായും ഇല്ലാതാക്കിക്കൊണ്ട് ഡീലിമിറ്റേഷൻ അവർക്ക് സ്വാധീനമുള്ള രീതിയിൽ നിയോജകമണ്ഡലങ്ങളെ പുനഃക്രമീകരിച്ച് 2029 തെരഞ്ഞെടുപ്പിന് പോകാനാണ് BJP ആഗ്രഹിക്കുന്നത്. അതാണ് ഈ ബില്ലിൽ അടങ്ങിയിരിക്കുന്ന ഗൂഢോദ്ദേശം. അതിനെയാണ് ഞങ്ങൾ ശക്തമായി എതിർക്കുന്നത്. കോൺഗ്രസിന് രാഹുൽ ഗാന്ധിയുടെ ആരെല്ലാം പട്ടിക ആയിട്ടുണ്ടോ? അല്ല, കോൺഗ്രസിൽ പ്രസംഗിക്കുന്ന നേതാക്കളുടെ പട്ടിക ആയിട്ടില്ല. എന്തായാലും സീനിയർ നേതാക്കൾ എന്തായാലും ഈ വിഷയത്തിൽ സംസാരിക്കും. അത് ഇന്ന് മാത്രമേ രാവിലെ മാത്രമേ അത് തീരുമാനമാകുകയുള്ളൂ. എന്തായാലും സംസാരിക്കുന്ന ലിസ്റ്റ് തയ്യാറാക്കിയില്ല. എന്തായാലും പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ബില്ലിൽ പങ്കെടുത്ത് സംസാരിക്കും. ഈ TMCയുടെ പൂർണ്ണ പിന്തുണയുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുടെ പശ്ചിമബംഗാൾ തെരഞ്ഞെടുപ്പ് റാലിയിൽ TMC അപമാനിച്ചെന്നൊക്കെ ഒരു വികാരം അവർക്കുണ്ട്. അത് പൂർണ്ണമായും ഇതിൽ അങ്ങനെ പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട്. അത് രണ്ടാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ നേതാക്കൾ പ്രസംഗിക്കുന്നതും പാർലമെൻറ്റിൽ ഡീലിമിറ്റേഷൻ ബില്ലിൽ ചർച്ചയുമായി ബന്ധപ്പെട്ട് അത് രണ്ടാണ്. തീർച്ചയായും എല്ലാ പ്രതിപക്ഷ കക്ഷികളും ഒരുമിച്ച് നിന്ന് ഈ ബില്ലിനെ എതിർക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ബിൽ ലോക്സഭ കടക്കില്ല. ലോക്സഭയിൽ കടക്കാൻ യാതൊരു സാധ്യതയില്ല. കാരണം നിലവിൽ നിയമപ്രകാരം അല്ലെങ്കിൽ 3/2 ഭൂരിപക്ഷം NDAക്ക് ഇല്ല. പിന്നെ എങ്ങനെയാണ് ഇത് പാസ്സാക്കാൻ കഴിയില്ലെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. എന്തായാലും ഞങ്ങൾ അതിശക്തമായി തന്നെ എതിർക്കും. ഈ കേരളത്തിൽ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് നോക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി ചർച്ചകൾ സജീവമായി തന്നെ സമൂഹ മാധ്യമങ്ങളിലൊപ്പം അല്ലാതെ പ്രധാനപ്പെട്ട നേതാക്കൾ KC വേണുഗോപാൽ അല്ലെങ്കിൽ നിലവിലത്തെ MLAമാർ പോഷക സംഘടന അധ്യക്ഷന്മാരൊക്കെ നടത്തുന്നുണ്ട്. KC വേണുഗോപാലിൻ്റെ പേര് പറഞ്ഞുള്ള ചർച്ചകൾ തന്നെയാണ് നടക്കുന്നത്. അതിനെങ്ങനെയാണ് കാണുന്നത്? അല്ല, സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന ചർച്ചകൾ പങ്കാളിയാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്തായാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. വോട്ടെണ്ണൽ ഏപ്രിൽ 4-ാം തീയതി നടക്കാൻ പോകുന്നു. ഏപ്രിൽ 4-ാം തീയതി വോട്ടെണ്ണൽ കഴിഞ്ഞാൽ UDFന് ലഭിക്കാൻ പോകുന്ന സീറ്റുകൾ എത്രയാണ്, ഭൂരിപക്ഷം എത്രയാണെന്നൊക്കെയുള്ള കണക്കിലുള്ളത് കോൺഗ്രസ് ഹൈക്കമാൻഡ് അതിൻ്റെ ഒരു നടപടിക്രമം അനുസരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കും. ആ തീരുമാനത്തോടൊപ്പം നിൽക്കും. നിലവിലത്തെ ഈ ചർച്ചകൾ ഐക്യത്തെ ഇല്ലാതാക്കും, അങ്ങനെ ഒരു പ്രതീതി ഉണ്ടാക്കും. പങ്കാളിയാവുന്നില്ല. നിലവിൽ മറ്റു നേതാക്കൾ നടത്തുന്നുള്ളൂ, പ്രത്യേകിച്ച് ഇപ്പോൾ MLAമാർ, നിലവിൽ സിറ്റിംഗ് MLAമാരൊക്കെ നടത്തുന്നുണ്ട്. അങ്ങനെ സാഹചര്യം നിലവിൽ ഒരു ചർച്ചയിൽ ഞാൻ പങ്കാളിയാകുന്നില്ല. ഞാൻ പാർട്ടി ഹൈക്കമാൻഡിനോടൊപ്പമാണ്. പാർട്ടി ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനത്തോടൊപ്പമാണ്. നിലവിൽ നേതാക്കന്മാർ സമൂഹ മാധ്യമങ്ങളുടെയും അല്ലാതെയും നടത്തുന്ന ചർച്ചകളിൽ പക്ഷം പിടിക്കാനോ അതിൽ ഏതെങ്കിലും പക്ഷം പിടിക്കാനോ അല്ലെങ്കിൽ അതിൽ പങ്കാളിയാവാനോ ആഗ്രഹിക്കുന്നില്ല. ആവശ്യമുണ്ടോ? വോട്ടെണ്ണൽ നടക്കട്ടെ. വോട്ടെണ്ണൽ ഇങ്ങനെ ചർച്ചയുടെ ആവശ്യമില്ല. കാരണം കോൺഗ്രസ് പാർട്ടിക്ക് ഒരു നടപടിക്രമമുണ്ട്. അത് ലോക്സഭയിൽ കേന്ദ്രത്തിലായിരുന്നാലും സംസ്ഥാനങ്ങളിലായിരുന്നാലും ഭരണം ലഭിച്ചാൽ നേതാവിനെ CLP നേതാവായിരുന്നാലും CPP നേതാവിനെയും തെരഞ്ഞെടുക്കുന്ന നടപടിക്രമമുണ്ട്. ആ നടപടിക്രമം അനുസരിച്ച് പോകാൻ പറ്റത്തുള്ളല്ലോ. അപ്പോൾ അങ്ങനെ നടപടിക്രമം അറിയാത്ത ഒരാളാണോ? കാരണം അത്ര സീനിയർ നേതാവാണ് അദ്ദേഹമാണ്. ഇങ്ങനെ അതിനൊന്നും ഞാൻ പറഞ്ഞത് ഇതിനകത്ത് ഞാൻ പങ്കാളിയാകുന്നേ ഇല്ല, അഭിപ്രായം പറയുന്നതേ ഇല്ല. എല്ലാം പാർട്ടി നേതൃത്വം തീരുമാനിക്കുന്ന തീരുമാനത്തോടൊപ്പം നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ
പാർട്ടി തീരുമാനം വരട്ടെ. ഇനി സമയമുണ്ടല്ലോ, എത്രയോ ദിവസങ്ങൾ ഇനിയും കിടക്കുന്നു. എന്താണെങ്കിലും വനിതാ സംവരണത്തെ പൂർണ്ണമായി എതിർത്തുകൊണ്ട് വോട്ട് ചെയ്യുമെന്നും കേരളത്തിൽ ഇപ്പോൾ തുടരുന്ന മുഖ്യമന്ത്രി ചർച്ചയിൽ താൻ പങ്കെടുക്കുന്നില്ല എന്നുമാണ് കൊടിക്കുന്നിൽ സുരേഷ് എം പി റിപ്പോർട്ടിൽ വ്യക്തമാക്കിയത്. വീഡിയോ നന്ദു പെരാമ്പ്രയ്ക്കൊപ്പം റിപ്പോർട്ടർ നോബിൾ മാരിക്കാരൻ, ഇൻ റിപ്പോർട്ടർ, ദില്ലി.